കമ്പനിക്ക് ലാഭം എന്നല്ലാതെ ഈ ദൈവത്തിന് ഇതൊന്നായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെ കോപിക്കുകയും കുറച്ച് പാൽപ്പായസം കൊടുക്കുമ്പോഴേക്കും 4 മെഴുകുതിരി കൊടുക്കുമ്പോഴേക്കൊക്കെ അങ്ങോട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഇത്ര ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തൊരു ജീവിയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിനോട് നമുക്ക് താല്പര്യമില്ല. പോയി പണിയൊക്കാൻ പറയണം അതിനോട്. പക്ഷെ മനുഷ്യർക്ക് ഇതാണ് ഇഷ്ടം, ഈ ട്രാപ്പിലാണ്. കാരണം മനുഷ്യർ ഒരുപാട് പ്രീസ്റ്റുകളാൽ ഭയപ്പെടുത്തിയും കൊതിപ്പിച്ചും മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞവരാണ്. അവരെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഭക്തിയെ, ഈ വഴിപാട് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇല്ല, ചിലതൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷമാവും, പക്ഷെ അത് കിട്ടാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണം, ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ ദൈവത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്തണം. നമ്മൾ പോയിട്ടൊരു പഞ്ചായത്തിലോ വലിയ ഇതിലോ പോയി കൈക്കൂലി കൊടുത്ത് കാര്യം നടത്തുന്ന പോലെ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഭക്തിയേ അല്ല. അപ്പോൾ ഭക്തി എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവസങ്കല്പത്തിലേക്ക് ആത്മബന്ധം കൊണ്ട് നടക്കലാണ്. വഴിപാടുകൾ കൊണ്ടൊരു ഗുണമുണ്ട്, ആ കമ്പനി വളരും. അത് ശരിയാണ്, ഒരു അമ്പലം നടത്തിക്കൊണ്ടുപോകാൻ പൈസയുടെ ചിലവുണ്ട്, നമ്മളൊക്കെ പോയി പൈസ കൊടുത്താലേ അതവിടെ നടന്നു പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അത് എന്നുള്ള അറിവോടുകൂടെ ചെയ്യുക. അതിനിപ്പോൾ കാര്യസാധ്യ വഴിപാടുകൾ ചെയ്യണ്ട, അമ്പലത്തിൽ പൈസ കൊടുത്താൽ മതിയല്ലോ, സംഭാവന കൊടുത്താൽ പോരെ. അപ്പം മനുഷ്യരുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്രീഡ് വളരും, ആർത്തി. ദൈവത്തിന് അത് കൊടുത്താൽ എനിക്ക് ഇത് കിട്ടും, കച്ചവടമായി ദൈവത്തിൻ്റെ കൂടെ. അതിനെ ഭക്തി എന്ന് വിളിക്കില്ല, അതിനെ ബിസിനസ് എന്നാണ് വിളിക്കുക. ഭക്തി എന്ന് പറയുന്നത് ഒരു എംപവർമെൻ്റ് ആണ്. എംപവർമെൻറ്റ് അതൊരു ഡെഡിക്കേഷൻ കൂടിയാണ്. തൻ്റേതായ ആവശ്യങ്ങളില്ലാതെയാവുകയും ഈശ്വരന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി, ഈശ്വരഭക്തി. ഈശ്വരഭക്തി മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് രാജാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ രാജഭക്തി എന്നാണ് അതിനെ വിളിക്കുക. കേട്ടിട്ടില്ലേ ഈ വാക്ക്? രാജഭക്തി എന്നാണ് വിളിക്കുക. രാജഭക്തിയുള്ള വ്യക്തി രാജാവിന് വേണ്ടി ജീവിക്കും, രാജാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുക. ഈ വ്യക്തിക്ക് രാജാവിൻ്റെ അടുത്ത് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. രാജാവ് കൊടുക്കും പലതും, പക്ഷെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. രാജ്യത്തിനോട് ഭക്തിയുള്ളവരുണ്ട്, ദേശഭക്തി. ദേശഭക്തിയുള്ളവർ ദേശത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കും. ഗുരുഭക്തിയുള്ളവർ ഗുരുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. എന്തിനോടാണോ ഒരാൾക്ക് ഭക്തി അതിനു വേണ്ടി ജീവിക്കും. അപ്പോൾ ഒരാൾക്ക് ഈശ്വരനോട് ഭക്തി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈശ്വരന് വേണ്ടി ജീവിക്കുന്നൊരവസ്ഥ. എൻ്റെ ഈ ജീവിതം ഈശ്വരന് വേണ്ടിയാണ്. ഈശ്വരന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈശ്വരൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടാത്ത ആളാണ് ഈശ്വരൻ, എല്ലാം കൊടുക്കുന്ന ആളാണ്. പിന്നെ ഈശ്വരന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? ഈശ്വരന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പോയിന്റ് വരുന്നത്. മാനവസേവ, മാധവസേവ. ഈ ലോകത്തിലുള്ള ഓരോന്നിനെയും ഈശ്വര സ്വരൂപങ്ങളായി കാണുകയും ലോകഹിതാർത്ഥം ജീവിക്കുകയും ചെയ്യുക. അപ്പം നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറും. ഇങ്ങനെയുള്ളൊരു ഭക്തിയാണെങ്കിൽ ആ ഭക്തി സൊസൈറ്റിക്ക് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്.